ഹലോ ഗൈസ്, സൺഡേയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല ലേറ്റായിട്ട് കിടന്നുറങ്ങിയോണ്ട് തന്നെ ഇന്ന് ഉറങ്ങി എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അന്നാൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇന്നത്തെ ക്ലൈമറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. സോ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഒരു 10 മണിയായപ്പോഴാണ് ഞാൻ എണീറ്റ് വന്ന് എന്ത് ചെയ്യണം ഇന്നത്തെ ദിവസം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു വർക്ക് സ്പേസിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ ഫുൾ കശ പിശ എന്നാണ് കിടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നലെ ചെയ്തൊരു സംഭവം ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞത് അവൾക്ക് കൊടുക്കുകയാണ്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് വെച്ച ഒരു ടെക്സ്ചർ വർക്കിൻ്റെ ബാക്കി ചെയ്യണം എന്നായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ ഐഡിയ തന്നെ. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴാണ് വിൻറ്റേജ് പേപ്പറിൻ്റെ ഐഡിയ തന്ന ആ ഫ്രണ്ട് ഈ ഒരു ടെക്സ്ചർ വർക്കിന് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ ഒരു മിററൊക്കെ വെച്ച് സെറ്റാക്കിക്കൊന്നുള്ള ഒരു ഐഡിയ തന്നത്. ഐഡിയ തന്നു, സാധനം എവിടെ ഇരിക്കുന്നതെന്നും പറഞ്ഞു. ഇനി ഇത് സേഫായിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി സേഫ് ഹാൻഡ്ലിങ് പ്രോസസ്സാണ് ബാക്കിയുള്ളത്. അങ്ങനെ ഞാൻ ഈ മിറർ എടുത്തു. ഈ ഒരു പീസും വേറൊരു പീസും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് മുറിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ അന്നേരം കിട്ടുമെന്ന് ഓർത്തിരുന്നു. കത്തീൻ്റെ ബാക്കും ചിരട്ടേൻ്റെ ബാക്കൊക്കെ വെച്ച് എങ്ങനെയൊക്കെയോ ഇങ്ങനെ ഒരു ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ചെയ്താൽ ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ കൈ മുറിയും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കുപ്പി പൊട്ടിത്തെറിക്കുന്നുള്ളത് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ ഇത്ര വരെ മാത്രം ചെയ്തു കേട്ടോ. ഇത് ബാക്കിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഒരു കാർഡ്ബോർഡ് പീസും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഞാൻ നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും അല്ല റെഡി ആവുന്നത്. അതിൻ്റെ ഇടയ്ക്കോടെ തന്നെ ഞാൻ കുറച്ച് പിങ്ക് കളർ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളത് ചെയ്തതുപോലെ തന്നെ ബ്ലൂ കളർ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് അറ്റംപ്റ്റിലല്ല, ഇത് ഒത്തിരി സമയം ട്രൈ ചെയ്തിട്ടാണ് ഇതൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ ഈ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ ചെയ്ത് എവിടെ വരെ പോകും, അല്ലെങ്കിൽ ആൾക്കാർ ഇത് ഇഷ്ടപ്പെടും എന്നുള്ളത്. വൺസ് ആൾക്കാർ ഇത് ക്യാച്ച് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ചെയ്യുന്നത് റീച്ച് കിട്ടാൻ മാത്രമൊന്നുമല്ല, ആക്ച്വലി ഇത് മനസ്സിന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇത് നമ്മൾ സെൽഫ് അപ്രിസിയേഷനും പിന്നെ അതേപോലെ തന്നെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണിൻ്റെ സ്ട്രെയിൻ കാരണം ഫോണിൻ്റെ സമയം അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതിനെയും കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു കുഞ്ഞു വർക്ക് സ്പേസ് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാക്കി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക കേട്ടോ. അങ്ങനെ ഞാനിതൊരു 100 പ്രാവശ്യം ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് എന്തൊക്കെയോ ചെയ്തിട്ടാണ് ഞാനിത് സെക്യൂർ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഗ്ലൂ ഗണ്ണ് വാങ്ങിയപ്പോൾ തന്നെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒട്ടിക്കാൻ ഗ്ലൂ ഗണ്ണിനേക്കാളും കുറച്ചും കൂടെ നന്നാവുക ഫ്ലെക്സ് ക്വിക്കോ അല്ലെങ്കിൽ ഫെവി ക്വിക്കോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ആ പിങ്ക് കളർ വർക്ക് ചെയ്തതുപോലെ ബ്ലൂ കളർ ടിഷ്യൂ പേപ്പറിൻ്റെ ഇതും കൂടെ ഉണ്ടാക്കണമായിരുന്നു. കാരണം എനിക്ക് ബ്ലൂ കളർ ഫ്ലവേഴ്സ് ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ബ്ലൂ കളർ ഫ്ലവർ ഉണ്ടാക്കാനുള്ള ഒരു ഏകദേശം ഐഡിയ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആ ഫ്ലവർ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് മഞ്ഞ കളർ ഡോട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ആ ഒരു സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആ മിററൊക്കെ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സാധനം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ നേരെ കൊടുത്തത് എൻ്റെ ഫ്രണ്ടിനാണ്. അവൾക്ക് എന്തായാലും സംഭവം നല്ല ഇഷ്ടമായി. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സാധനം വരും നമ്മൾ ഒട്ടും പ്രതീക്ഷ കാണത്തില്ല. അതുകൊണ്ട് അവളുടെ മുഖത്ത് ഇത്രയും സന്തോഷമുള്ളത്. കോലം കുറച്ച് മെനയില്ലാത്ത കോല എന്നുള്ള സങ്കടം മാത്രമേ ആൾക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എന്തായാലും ആ സാധനം അവൾക്ക് കൊടുത്തു. ഉച്ചയായപ്പോഴത്തേക്കും ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഗീ റൈസും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡും കഴിച്ച് ഈ ഒരു സ്പേസ് ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ വന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.